വാൽപ്പാറയിലേക്ക് 2 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റ് ആയിട്ടും സേവ് ചെയ്ത് വെക്കുക. അതിരപ്പള്ളി മലക്കപ്പാറ വഴി നല്ലൊരു ഫോറസ്റ്റ് റോഡ് എക്സ്പീരിയൻസ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റിയ റൂട്ടാണിത്. ചെക്ക് പോസ്റ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആദ്യം എത്തുന്നത് ചാർപ്പ വാട്ടർഫാൾസിലേക്കാണ്. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന ഈ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ്. ഫോറസ്റ്റ് റൂട്ട് ആയതിനാൽ വാഹനങ്ങളൊന്നും നിർത്താൻ സാധിക്കില്ല. എന്നാലും പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയെയും മറ്റും കാണാൻ സാധിക്കും. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ പാസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആദ്യം എത്തുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നായ ഷോളയാർ ഡാമിലേക്കാണ്. ഷോളയാർ ഡാമിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 100 മീറ്ററോളം നമുക്ക് നടക്കാനും വിശ്രമിക്കാനും സാധിക്കും. നമ്പർ 3 കൂഴങ്കൽ റിവർ. പ്രകൃതിയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന രത്നമാണ് വാൽപ്പാറയിലെ കൂഴങ്കൽ റിവർ. പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും ക്രിസ്റ്റൽ രൂപത്തിലുള്ള വെള്ളവുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മഴക്കാലങ്ങളിൽ വെള്ളം രൂക്ഷമാകുമ്പോൾ പ്രവേശനം അനുവദിക്കുന്നതല്ല. നിറാർ ഡാമും ചിന്നക്കല്ലാർ വാട്ടർഫാൾസും വാൽപ്പാറയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. നമ്പർ 6 നല്ലമുടി വ്യൂ പോയിന്റ്. വാൽപ്പാറയിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ അകലെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യൂ പോയിന്റ് വാൽപ്പാറയിലെ മികച്ച വ്യൂ പോയിന്റുകളിൽ ഒന്നാണ്. നമ്പർ 7 കരുമലൈ വേളാങ്കണ്ണി ചർച്ച്. വാൽപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കത്തോലിക്ക പള്ളിയാണിത്. കരുമല ടി എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന 100ഓളം സ്റ്റെപ്പുകളുള്ള ഈ പള്ളി 2003-ലാണ് പണി കഴിപ്പിച്ചത്. പള്ളിയുടെ താഴെയായി അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാം. കുറേയധികം സമയം അവിടെ ചെലവഴിക്കാനും വിശ്രമിക്കാനും പറ്റിയൊരു സ്പോട്ടാണിത്.